ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി ചാനലുകളുടെ ചന്തപരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനും അതിന് സമാനമാണ്. നിങ്ങൾ കണ്ടില്ലേ, പോസ്റ്ററുകൾ പ്രവഹിച്ചു തുടങ്ങി, ഗാനങ്ങൾ ഇറങ്ങിത്തുടങ്ങി, ലയണൽ മെസ്സിയും റൊണാൾഡോയും ഒക്കെ വോട്ട് പിടിക്കാൻ വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു 15 വർഷം മുമ്പ് ഒരു അസംബ്ലി ഇലക്ഷനിൽ ചെലവാക്കുന്ന കാശിൻ്റെ ഇരട്ടി വേണം ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചിലവാക്കാൻ. 2 ഇലക്ഷന് മുമ്പ് ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനിൽ ചിലവാക്കുന്ന കാശിൻ്റെ അത്രയും വേണം ഇന്ന് ഒരു വാർഡിൽ ചിലവാക്കാൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസ്റ്ററുകൾ, അതിൻ്റെ സംവിധാനം, അതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളുമാണ് ഉപയോഗിക്കുന്നത്. ഇനി കുറേ കൂടി മൂക്കുമ്പോൾ വ്യാജനുകൾ ഇറങ്ങിത്തുടങ്ങും. അപ്പോൾ അതിലൊരു വലിയ കലാപരിപാടിയാണ് ഈ തെരുവ് ചന്ത എന്ന് പറയുന്നത്. കുറേ ആളുകളെ കൂട്ടിയിരുത്തി 3 ബോർഡ് വെച്ച് ആങ്കർ എന്ന പേരിൽ ഒരാൾ നിന്ന് ഈ ചന്തയ്ക്കൊക്കെ തുടക്കം കുറിച്ചത് നമ്മുടെ നികേഷ് കുമാർ സാറാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നലെ പാലക്കാട് കണ്ടു. പാലക്കാട് വാർത്ത കണ്ടപ്പോൾ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടെ റൂറൽ പ്രസിഡൻറ്റോ മറ്റോ ആർഷോയെ കൈകാര്യം ചെയ്തു എന്നാണ് വാർത്ത കാണാനിടയായത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതിനിടയിൽ ആർഷോയുടെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് വേറൊന്നുമല്ല, ആർഷോ എഴുതിയിരിക്കുന്നത് ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെയാണ് ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും. ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണത്. ആ എഴുത്തിൻ്റെ ധ്വനി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ കയ്യേറ്റം ചെയ്തവരെ തിരിച്ച് കയ്യേറ്റം ചെയ്യാതെ വിട്ടു എന്നാണ് ആർഷോ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വാർത്തകളിലൊക്കെ വന്നത് ആർഷോയെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാണ്. ഏതായാലും കേരളത്തിൽ മാറി വരുന്ന ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ചില ഷണ്ണീകരണങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ മാറ്റത്തെ എനിക്ക് തോന്നുന്നത്. എൻ്റെ പരിമിതിയാവാം. എന്താണെന്ന് വെച്ചാൽ ഈ CPM-ഉം DYFI-യും ഒക്കെ വളരെ നിർഭയമായി ആരെയും കൂസാതെ ഇത്തരം കാര്യങ്ങളോട് അതിശക്തമായി പ്രതികരിക്കുന്നവരായിരുന്നു. ആ പ്രതികരണത്തിൻ്റെ താൽക്കാലിക നഷ്ടങ്ങൾക്കപ്പുറത്ത് അതാണ് തങ്ങളുടെ ശൈലിയെന്നും, എന്താ നമ്മളീ പറയുന്നത്, പാടത്ത് കൂലിയെന്നോ പറയുന്നൊരു പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, ഞാനതിൻ്റെ ഫുൾ ടെക്സ്റ്റ് മറന്നുപോയി. ഇപ്പോൾ അത് ഹിന്ദു മതവിശ്വാസികൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളോട് സമീപിക്കുമ്പോൾ അതിന് വേറൊരു കരുതൽ ഉണ്ടായിരിക്കുന്നു എന്നൊരു തോന്നൽ ഈ സംഭവത്തിൽ എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ സംഭവം ഇങ്ങനൊരു കയ്യേറ്റം നടന്നാൽ ആ കയ്യേറ്റത്തിന് അതേ നാണയത്തിൽ പ്രതികരിക്കുകയും കേരളം മുഴുവൻ അതിൻ്റെ പ്രതിഷേധങ്ങളും അതിൻ്റെ പ്രകടനങ്ങളും ഒക്കെ കാണേണ്ടതാണ്. ഒന്നും ഉണ്ടായില്ല. അതുണ്ടാകാതിരിക്കാനുള്ള കാരണം ഈ മുകൾ തട്ടിലുള്ള ആ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ചില ചിന്തകൾ കൂടി ആകണം എന്നൊരു തോന്നലുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ PMA സലാം ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. വ്യക്തിപരമായ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ ആണും പെണ്ണും കെട്ട എന്നൊക്കെ പറഞ്ഞൊരു പ്രയോഗം നടത്തിയപ്പോൾ എത്ര സ്ഥലങ്ങളിലാണ്
അതിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നത്, പ്രസ്താവനകൾ നടന്നത്. മന്ത്രിമാരടക്കം മുൻനിര നേതാക്കളടക്കം PMA സലാമിനെ കടന്നാക്രമിച്ചു. പാണക്കാട് തങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നാസർ കൊളത്തായിയോ എന്നൊക്കെ പറയുന്ന അദ്ദേഹം അടക്കമുള്ളവർ അതിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ വേറൊരുത്തനുണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ലീഗിൽ നിന്ന് അപ്പുറത്തോട്ട് പോയ ഒരു കച്ചവടക്കാരൻ. അവരാണെങ്കിൽ ഒരു വ്യക്തിയുമില്ലാതെ, ഒരു സംഗതിയുമില്ലാതെ ഈ പറയുന്ന PMA സലാമിനെ കടന്നാക്രമിച്ച് അയാളുടെ മേൽ വ്യക്തിയാധിക്ഷേപങ്ങൾ എന്തെല്ലാം പറയാമോ അത് മുഴുവൻ പറയുന്ന തരത്തിലേക്ക് വരെ എത്തിയിട്ടും ഈ സംഭവത്തിൽ അത്തരമൊരു സംഗതി ഉണ്ടായില്ല. അത് കണ്ടപ്പോൾ അതൊരു ശ്രദ്ധേയമാണല്ലോ എന്ന്, അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ എന്നൊരു സന്ദേഹം നിങ്ങളുമായി പങ്കുവച്ചതാണ്. ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാത്തിനെയും അതേ നാണയത്തിൽ പ്രതികരിക്കുന്നത് ശരിയായ ശൈലിയല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം ചന്തപരിപാടികൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അവിടെയൊന്നും രാഷ്ട്രീയമൊന്നുമില്ല. അവിടെയെല്ലാം ഈ വ്യക്തിഹത്യയും ഏറ്റുമുട്ടലും ശബ്ദകോലാഹലവും വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കച്ചവടക്കാരുടെ ഒരു പരിപാടി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ തട്ടുകടയും കപ്പലണ്ടി കച്ചവടവും ഒക്കെ തുടങ്ങുന്നത് പോലെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വരുമ്പോൾ നടക്കുന്ന ഒരു തട്ടുകട കച്ചവടം മാത്രമാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇതിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു.